ക്ലാസ് 5 അടിസ്ഥാന ശാസ്ത്രം ആനുവൽ ടൈം സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ 2024-25 പുതിയ സിലബസ് പ്രകാരമുള്ള അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകൾ വിവിധ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെമ്പരത്തി, തുളസി, ഏലംപാല എന്നിവയുടെ ഇലകളുടെ ക്രമീകരണമാണ് തന്നിരിക്കുന്നത്. ഈ സസ്യങ്ങളുടെയൊക്കെ ഇലകൾ എന്താണ് വ്യത്യസ്ത തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ, ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സസ്യങ്ങളെ നമുക്ക് വേർതിരിക്കാം അല്ലേ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഏകാന്തര വിന്യാസം, ആൾട്ടർനേറ്റ് ആയിട്ടില്ലേ, ഒന്നിടവിട്ട് അല്ലേ. നെക്സ്റ്റ് എതിർവിന്യാസം ഉണ്ടല്ലേ, ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ, എതിർവിന്യാസം, എതിരായിട്ടുള്ള ഇലകൾ. അതുപോലെ സർപ്പിള വിന്യാസമുണ്ട്, അതായത് വോൾഡിൽ ഇങ്ങനെ ചുറ്റുമായിട്ടില്ലേ, വോൾഡായിട്ടുള്ള വിന്യാസമുണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ തന്നിട്ടുള്ളത് ഇതിനനുസരിച്ചിട്ടാണ് ഇത് തരംതിരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. വേറെ നമ്മൾ ജാലിക സ്ഥിരവിന്യാസവും സമാന്തര സ്ഥിരവിന്യാസവും പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതല്ല ചോദിച്ചത് അല്ലേ. ക്വസ്റ്റ്യനെ തന്നിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക, ഉചിതമായ തലക്കെട്ട് നൽകുക. ഏതൊക്കെ സസ്യങ്ങളാണ്? കോളാമ്പി, സൂര്യകാന്തി, പേര, അരളി, മാവ്, തുമ്പ അല്ലേ. ഇതിന് ഇലകളുടെ വിന്യാസം അല്ലേ. ഇവിടെ ഇങ്ങനത്തെ എക്സാമ്പിൾ ഉദാഹരണങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇത് ഏതൊക്കെയാണ് ഇല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ വേർതിരിക്കേണ്ടത് അല്ലേ. ജാലിക സ്ഥിരവിന്യാസം സമാന്തര സ്ഥിരവിന്യാസം അല്ല ചോദിച്ചത് അല്ലേ. ഇതുപോലുള്ളത് ഏകാന്തര സ്ഥിരവിന്യാസം ഉള്ളത് അല്ലേ, എതിർവിന്യാസം ഉള്ളത്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൽ ഇലകളുള്ളത് ഏതൊക്കെയാണ്, ഇങ്ങനെ ചുറ്റും കൂടി ഇലകൾ നിൽക്കുന്നത് ഈ ചെടികളിൽ ഏതൊക്കെയാണ്, അതായത് സർപ്പിള വിന്യാസമുള്ളത് ഏതൊക്കെയാണ്. അരളിയും തുമ്പയും എന്താണ്? തുളസിൻ്റെ ഈ ഗ്രൂപ്പിൽ പെട്ടതാണ്, അതായത് എതിർവിന്യാസത്തിൽപ്പെട്ടാണ്, എതിർ ഇലകളുള്ളതാണ്. നെക്സ്റ്റ് കോളാമ്പിയെ നമുക്ക് എന്താണ്? ഏലംപാലയുടെ സർപ്പിള വിന്യാസത്തിൽ ഇങ്ങനെ ചുറ്റുമുള്ള ഇലകളിൽ പെടുത്താം. പേരക്ക, സൂര്യകാന്തി, മാങ്ങ, ചെമ്പരത്തി അല്ലേ, ഇതൊക്കെ ഈ ഗ്രൂപ്പിൽ ഏകാന്തര വിന്യാസത്തിലുള്ളതാണ്. ഇതിൽ സൂര്യകാന്തി ഇടയ്ക്ക് എന്താണ്? ഏലംപാലയെ പോലെ സർപ്പിള വിന്യാസത്തിലും കാണാറുണ്ട് താഴെ ഭാഗമൊക്കെ, എന്നാലും നമുക്ക് ഇതിൽ തന്നെ ഉൾപ്പെടുത്താം. ബി ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക അല്ലെ. ഇങ്ങനെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിൽ ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ. ആവശ്യമുണ്ട്. എന്തിനാണ് അങ്ങനെ ക്രമീകരിക്കുന്നത്? സൂര്യപ്രകാശം പരമാവധി കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. ഇങ്ങനെയൊക്കെ പരന്ന് കിടക്കുമ്പോൾ സൂര്യപ്രകാശം പരമാവധി കിട്ടുന്നുണ്ടല്ലേ. ഓരോ ചെടിക്കും അതിൻ്റേത് ആവശ്യമായ സൂര്യപ്രകാശം കിട്ടണം അല്ലേ. ഓരോ ചെടിയും വളരാൻ വേണ്ടിയിട്ട് ചില ചെടികൾക്ക് സൂര്യപ്രകാശം ആവശ്യമില്ല, ചിലതിന് നല്ലോണം സൺലൈറ്റില്ലേ സൂര്യപ്രകാശം കിട്ടിയാലേ അത് വളരുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇലകളെ തിരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കിട്ടാനില്ലേ, മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ചെടികളെയും ഇലകൾ. സി ക്വസ്റ്റ്യൻ, ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾ പച്ച നിറം ഉണ്ടാകാൻ കാരണം എൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ പേര് പറയാമോ? പച്ച നിറം നൽകുന്നത് സസ്യത്തിലെ എല്ലാ ലീവ്സിൻ്റെ ഇലകൾക്ക് എന്താണ്? പച്ച കളറാണ്. അത് നൽകുന്നത് ഹരിതകമാണ് അല്ലേ. ഹരിതകമാണ് പച്ച കളർ നൽകുന്നത്. അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതും ആരാണ്? ഹരിതകമാണ്. പ്രവർത്തനം 2, പയർ, ചോളം എന്നിവയുടെ ബീജപത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. പയറിൻ്റെയും ചോളത്തിൻ്റെയും ഈ സസ്യങ്ങളുടെ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനെ പട്ടിക പൂർത്തിയാക്കുക അല്ലെ. സസ്യങ്ങൾ ഏതൊക്കെയാണ്? പയറും ചോളവുമാണ് അല്ലേ. അതിൻ്റെ സ്ഥിരാവിന്യാസവും വേരുപടലവും എന്തൊക്കെയാണല്ലേ. പട്ടികയിൽ അതാണ് തന്നിട്ടുള്ളത്. പയറിൻ്റെത് എന്താണ്? ജാലിക സ്ഥിരവിന്യാസമാണ്, തായ്വേര് പടലമാണ് അല്ലേ, തായ്വേരാണ്. ചോളത്തിൻ്റെത് സമാന്തര സ്ഥിരവിന്യാസമാണ്, അതിൻ്റെത് നാരുവേര് പടലമാണ് അല്ലേ. വേരുപടലം എന്താണ്? നാരുവേര് പടലമാണ്. ഇത് തായ്വേര് പടലമാണ്. രണ്ടിൻ്റെയും വ്യത്യാസമാണ്. ബി ക്വസ്റ്റ്യൻ, ചോളത്തിൽ കാണപ്പെടുന്ന ബീജാന്നത്തിൻ്റെ ധർമ്മം എന്ത് അല്ലെ. ഈ ചോളത്തിൽ കാണുന്ന ബീജാന്നം അല്ലെ, ഇതിൻ്റെ ധർമ്മം എന്താണെന്നാണ് ചോദിച്ചത് അല്ലെ. ചെടിക്ക് ആവശ്യമായ ഭക്ഷണം ആഗിരണം ചെയ്യുന്നു, പിന്നീട് ഇത് ഇലയായി മാറുകയും ചെയ്യുന്നു അല്ലെ. ചെടിക്ക് ആവശ്യമായുള്ള ഭക്ഷണമൊക്കെ എവിടെയാണ് സൂക്ഷിച്ചു വെക്കാറ്? ഈ ബീജാന്നത്തിലാണല്ലേ. ചെടിക്ക് ആവശ്യമായ ഭക്ഷണം ആഗിരണം ചെയ്തു വെക്കുന്നത് ബീജാന്നമാണ്, പിന്നീട് അതെന്തായി? ഇലയായിട്ട് മാറുകയും ചെയ്യും. സി ക്വസ്റ്റ്യൻ, പയർവിത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണത്തിന് സമാനമായ എണ്ണം ബീജപത്രമുള്ള ഒരു സസ്യത്തിൻ്റെ പേരെഴുതുക. പയർവിത്തിലെ ഈ ബീജപത്രത്തിന് തുല്യമായിട്ട് സമാനമായിട്ടുള്ള എണ്ണം അല്ലെ, 2 അതേ ബീജപത്രമുള്ള ഒരു സസ്യത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേതാണ്? മാങ്ങ അല്ലെ, മാങ്ങ, കടുക്. ഡി ക്വസ്റ്റ്യൻ, ചോളമിലയിൽ കാണപ്പെടുന്നത് സമാന്തരിക സ്ഥിരവിന്യാസമാണ്. കൂട്ടത്തിൽ നിന്ന് സമാന്തര സ്ഥിരവിന്യാസം ഇല്ലാത്ത സസ്യത്തെ കണ്ടെത്തുക. സമാന്തര സ്ഥിരവിന്യാസം ഇല്ലാത്ത സസ്യം ഏതാണ്? കടലയാണ് അല്ലേ. കടല, ഓപ്ഷൻ സി ആണ് സമാന്തര സ്ഥിരവിന്യാസം അല്ലാത്ത സസ്യം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സമാന്തര സ്ഥിരവിന്യാസമാണല്ലേ. കരിമ്പിനും നെല്ലിനും ഗോതമ്പിനൊക്കെ സമാന്തര സ്ഥിരവിന്യാസമാണല്ലേ. സമാന്തരമായിട്ടാണല്ലേ. ഗോതമ്പിൻ്റെ നെല്ലിൻ്റെ ഒക്കെ ഇലകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് സമാന്തരമായിട്ടാണ് ഉള്ളത് അല്ലേ. കടലയുടേത് മാത്രം സമാന്തര സ്ഥിരവിന്യാസമല്ല. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യ നിരവധി കൃത്രിമോപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ്, എജുസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്.
ക്വസ്റ്റ്യനെ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ കണ്ടെത്തി ആശയഭൂപടം തയ്യാറാക്കുക. ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങളിലെ നിരവധി ഉപയോഗങ്ങളുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യ അങ്ങനെ വിക്ഷേപിച്ചത്? ഈ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചത് എന്തിനൊക്കെയാണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്, പ്രതിരോധം, വാർത്താവിനിമയം, ഗതിനിർണയം, ജ്യോതിശാസ്ത്ര പഠനം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൃത്രിമോപഗ്രഹങ്ങൾ നിക്ഷേപിച്ചത്. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ, പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഈ ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതുക. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനം ഏതാണ്? IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. GPS-നോട് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേരാണ് IRNSS. ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ 5ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കിട്ടുന്നതാണ്. സി ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യൻ, സൂര്യനെ വലം വെക്കുന്ന ഭൂമി, ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൽഫ സെന്റോറി എ എന്നിവ ആകാശഗോളങ്ങളാണല്ലോ. ഇവയുടെ വലിപ്പം കൂടി വരുന്ന ക്രമം താഴെ തന്നിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. വലിപ്പം കൂടി വരുന്ന ക്രമത്തിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? മൂന്നാമത്തതാണ്. വലിപ്പം ഏറ്റവും ചെറുത് ചന്ദ്രൻ, പിന്നെ ഭൂമി, പിന്നെ സൂര്യൻ, പിന്നെ ആൽഫ സെന്റോറി എ. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. വലിപ്പം കൂടി വരുന്നതിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഏറ്റവും വലുത് ആൽഫ സെന്റോറി എ. ഓപ്ഷൻ 3 ആണ്. 4ാമത്തെ ചോദ്യം, വീടുകളിൽ പാചകം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യനെ മുകളിൽ തന്നിട്ടുള്ളത് ഏത് തരം അടുപ്പുകളാണ്? ഇതെന്താണ്? വിറകടുപ്പാണ്, ഇത് ഗ്യാസ് അടുപ്പാണ്, ഇതൊന്ന് മണ്ണെണ്ണ അടുപ്പാണ് അല്ലേ, കെറോസിൻ അടുപ്പ്. ബി ക്വസ്റ്റ്യൻ, വിറകടുപ്പിൽ വിറക് നന്നായി കത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ വിറക് ഇങ്ങനെ നന്നായി കത്താൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ല കത്തുന്ന വിറകായിരിക്കണം, നല്ല ഉണങ്ങിയ വിറകായിരിക്കണം അല്ലേ. ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കുക, ചിമ്മിണികൾ ഉപയോഗിക്കുക, അടുപ്പിനനുസരിച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുക. അടുപ്പിനനുസരിച്ചുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. നല്ല നന്നായി കത്താൻ എന്തൊക്കെ ചെയ്യണം? നല്ല ഉണങ്ങിയ വിറകായിരിക്കണം. അതുപോലെ എന്താണ്? അടുപ്പിനനുസരിച്ചുള്ള പാത്രങ്ങൾ എടുക്കണം. അതുപോലെ ചിമ്മിണികൾ, അതുപോലെ അതിലുള്ള വെണ്ണീരൊക്കെ ഒഴിവാക്കിയിട്ട് അടുപ്പ് കത്താനുള്ള പാകത്തിനാവണം അല്ലേ. സി, കത്തുന്നതിന് വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. കത്തുന്നതിന് വായു ആവശ്യമാണ് വായു ഇല്ലെങ്കിൽ കത്തോ? ഇവിടെ അടച്ചിട്ടാൽ ഇത് കത്തോ? ഇല്ല, വായു ആവശ്യമാണെന്നുള്ളതിന് ഒരു പരീക്ഷണം എഴുതാനാണ് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലേ ആ പരീക്ഷണം, നിങ്ങളതൊന്ന് നോക്കി എഴുതുക. എന്താണ്? നമ്മൾ ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ചിട്ട് അത് അടച്ചു വെച്ചാൽ എന്താണ്? അത് കെട്ടുപോകും അതിന് പകരം ഒന്ന് കുറച്ച് തുറന്ന് വെച്ചാൽ അതിലേക്ക് വായു കടക്കും അപ്പം എന്താണ്? അത് കത്തുകയും ചെയ്യും. അങ്ങനെ ഒരു പരീക്ഷണമുണ്ട്. അപ്പോൾ അതെന്താണ്? വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന പരീക്ഷണം കത്താൻ എന്താണ്? വായു വേണം അപ്പോൾ ആ പരീക്ഷണം നിങ്ങളൊന്ന് നോക്കുക. പ്രവർത്തനം 5, ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ക്വസ്റ്റ്യൻ എ, കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സെമിനാറിലേക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കാഴ്ചയില്ലാത്ത ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ടാക്ടൈൽ വാച്ച് ഉണ്ട്, ടാക്ടൈൽ കീബോർഡ് ഉണ്ട്, ടോക്കിംഗ് വാച്ച് ഉണ്ട് ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്താണ്? അത് കുറിപ്പ്, അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് നോക്കിയിട്ട് അത് കുറിപ്പാക്കി എഴുതുക. ബി ക്വസ്റ്റ്യൻ, കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് എന്താണ് പറയല്? ബാറൈൽ സിസ്റ്റം ബാറൈൽ സിസ്റ്റമാണ് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേര്. സി ക്വസ്റ്റ്യൻ, നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചനാ മത്സരത്തിലേക്കായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നേത്രദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പോസ്റ്റർ ആകുമ്പോൾ മനോഹരമായിട്ടുള്ള വലിയ ഹെഡ്ലൈൻ, അതുപോലെ പിക്ചറൊക്കെ വരക്കണം. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചശക്തി കിട്ടിയതിന് ശേഷം അവരെന്താണ്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതിയിലേക്ക് നോക്കുന്ന ചിത്രമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ്? നേത്രദാനം മഹാദാനം അങ്ങനെയൊക്കെ ഒരു കോഴ്സ് കൊടുത്തിട്ട് പോസ്റ്റർ മനോഹരമാക്കിയിട്ട് ഉണ്ടാക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 6, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചുറ്റുപാടുകളിലുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്നത് ഓരോ അവയവങ്ങളുണ്ട് ഓരോ ജന്തുക്കൾക്കും. ക്വസ്റ്റ്യനെ, ചിത്രശലഭങ്ങളെ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏത്? ചിത്രശലഭങ്ങളെ രുചി തിരിച്ചറിയുന്നത് അവയുടെ കാലുകളിലൂടെയാണ് കാലുകളിലൂടെയാണ് അവർ രുചി തിരിച്ചറിയുന്നത് ബി ക്വസ്റ്റ്യൻ, ഈ സുന്ദരമായ ഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ്? കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ആരോഗ്യശീലങ്ങൾ പാലിക്കണം? കണ്ണുകൾ ഇങ്ങനെ തിരുമ്മാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ TV മൊബൈലൊന്നും കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ഉള്ളിൽ കൈയിടാതിരിക്കുക.
സി ക്വസ്റ്റ്യൻ കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവിക്ക് പല കാരണങ്ങൾ കൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? കേൾവിയില്ലാത്തവർ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ശ്രവണ സഹായികൾ. ശ്രവിക്കാൻ വേണ്ടി സഹായിക്കുന്ന സഹായികൾ, ശ്രവണ സഹായികൾ. ഈ ക്വസ്റ്റ്യൻ ചവച്ചരക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാദ് കൂടുതൽ ആസ്വാദകരമാകുന്നു എന്ന് നമുക്കറിയാം. ചവച്ചരക്കുമ്പോൾ കൂടുതൽ സ്വാദ് കിട്ടുന്നുണ്ട് ഭക്ഷണത്തിന്. നാവിന്റെ ഉപരിതലത്തിൽ സ്വാദ് അറിയാൻ സഹായിക്കുന്ന സവിശേഷ ഭാഗം ഏത്? നാവിൽ എന്താണ് നമുക്ക് സ്വാദിലെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഭാഗം ഏതാണ്? സ്വാദുമുകുളങ്ങളാണില്ലേ. നാവിൻ്റെ മുകളിൽ സ്വാദ് ചെറിയ ചെറിയ മുകുളങ്ങൾ, സ്വാദുമുകുളങ്ങളുണ്ട്. അതാണ് നമ്മുടെ ടേസ്റ്റിലെ സ്വാദ് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. പ്രവർത്തനം A. ജന്തുലോകത്ത് കാണപ്പെടുന്ന വൈവിധ്യമുള്ള ജീവികളാണ് പ്രാണികൾ. വിവിധ തരം പ്രാണികളുടെ ലാർവകളാണ് ചില ഇനം പുഴുക്കൾ. പ്രാണികളുടെ ലാർവ അത് വിരിഞ്ഞുണ്ടാവുന്ന ലാർവകളാണ് ചില ഇനം പുഴുക്കൾ. പുഴുക്കളായിട്ട് ചെറിയ കുട്ടികൾ കാണാറുണ്ട്. ക്വസ്റ്റ്യനെ ക്ലാസ്സിൽ മനു പ്രാണികളും അവയുടെ ലാർവകളും ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക തയ്യാറാക്കുകയാണ്. ഇത് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ മനുവിനെ സഹായിക്കാമോ? അപ്പോൾ ഇതിൽ തെറ്റുണ്ടല്ലേ. പ്രാണികളും അതിൻ്റെ ലാർവയുമാണ്. ഇപ്പോൾ ശലഭം ചിത്രശലഭത്തിൻ്റെ ലാർവ ഏതാണ്? കാറ്റർപില്ലറാണ്, നമുക്കറിയാം കൊതുകിൻ്റെ ലാർവ ഏതാണ്? റിഗ്ലറാണ്. ചെല്ലിയുടെ ലാർവ ഏതാണ്? ഗ്രബ്സാണ്. തുമ്പിയുടെ ലാർവ ഏതാണ്? കുയ്യാനയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ക്രമീകരണം. ബി ക്വസ്റ്റ്യൻ പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഒരു പാറ്റയായി മാറുന്ന ചിത്രീകരണം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഈ പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? നിംഫ് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വിശദീകരിക്കുക. എന്തൊക്കെയാണ്? നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആദ്യം മുട്ട എന്താണ്? മുട്ട വിരിഞ്ഞ് നിംഫാവും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പേരെന്താണ്? നിംഫ് ആ നിംഫ് എന്താണ്? വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായി മാറുന്നു. ഈ നിംഫ് പൂർണ്ണ വളർച്ച എത്തിയ പാറ്റയായിട്ട് മാറുന്നു, ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊയിച്ചു കളയുന്നു. ഈ പുറത്തുള്ള തൊലി ഇതിനിടെ പല വട്ടായിട്ട് പൊളിച്ചു കളയുന്നുമുണ്ട്. സി ക്വസ്റ്റ്യൻ പുഴുക്കൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം? പുഴുക്കൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പുഴുക്കളിലും പരാഗണം നടത്തുന്നു. ഈ പുഴുക്കളിൽ നിന്നെന്താണ്? പ്രാണികൾ ഉണ്ടാകുന്നുണ്ടല്ലേ, അവരെന്താണ്? പല പൂക്കളിലും പരാഗണം നടത്തുന്നുണ്ട്. ചത്ത ജീവികളെയും ഭക്ഷണ അവശിഷ്ടങ്ങളും തിന്ന് പരിസരം വൃത്തിയാക്കുന്നു. ഈ പുഴുക്കൾ എന്താണ്? ചത്ത ജീവികളും ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ തിന്ന് നമ്മുടെ പരിസരം വൃത്തിയാക്കി തരുന്നുണ്ട്. അതുപോലെ പുഴുക്കൾ എന്താണ്? ചില ജീവികളുടെ ഭക്ഷണമാണ്. ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഉപകാരങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മാത്സിൻ്റെ ക്ലാസ്സും അതുപോലെ ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത് നോക്കിയാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.